സൗദി അറേബ്യയുടെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നാട്ടോ ഇറാന്റെ മുൻ IRGC ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. ഇത് കുറച്ച് ഒരാഴ്ച മുമ്പ് പുള്ളി വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ന്യൂസ് വീണ്ടും റിപ്പീറ്റഡ്ലി കയറി വന്ന സമയത്താണ് ഞാനിങ്ങനെ അത് വെച്ച് നമ്മളൊരു സ്റ്റഡി നടത്തുമല്ലോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോഴാണ് 2 വർഷം മുമ്പ് MBS പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ അതിൻ്റെ ഇടക്ക് കണക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ ന്യൂസ് അറിഞ്ഞവരോ അറിയാത്തവരോ ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ സത്യമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സൗദി പോലത്തെ രാജ്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും മിണ്ടാണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി അല്ലെങ്കിൽ മനസ്സോടെ കൂടെയെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത് ഈ വെളിപ്പെടുത്തലോടുകൂടി നമുക്ക് കുറേ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയാണ് ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ തുടക്കത്തിൽ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. IRGCയുടെ മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹുസൈൻ ഖനാനി മോക്കത്തം ആണ് കേട്ടോ ഈ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. അതായത് സൗദിയുടെ പക്കൽ ആണവായുധം ഉണ്ട് എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. ഈ വിവരം അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാമെന്നും എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അത് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയെന്നാണ് പറയുന്നത്. ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. പക്ഷേ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കയാണെങ്കിലും സൗദി അവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. അവരോട് പ്രത്യേകിച്ച് തിരിച്ചൊരു ആക്ഷൻ എടുക്കാണ്ട് അവരുടെ ആയുധങ്ങൾ വാങ്ങിച്ചും ഒക്കെ തന്നെ ജീവിക്കുന്ന രാജ്യമാണ് സൗദി, എത്ര പൈസ ഉണ്ടെങ്കിലും. അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയുടെയും ഈ കൊള്ളരുതായ്മക്കെതിരെ സംസാരിക്കുന്ന ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കയ്യിൽ ആണവോർജ്ജം ഉണ്ട് എന്നും പറഞ്ഞ പേരിൽ തകർത്ത് കളഞ്ഞാൽ ആ ഒരു ബാധ്യത അല്ലെങ്കിൽ ആ ഒരു പേടി സ്വപ്നം അങ്ങോട്ട് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതും. സൗദിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സൗദിക്കോ അതല്ലെങ്കിൽ ഈ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇറാന് മാത്രം ഫോക്കസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പം ഇറാൻ പറയും സൗദിയുടെ കയ്യിലില്ലേ, ഇവരുടെ കയ്യിലില്ലേ എന്ന്, ഞങ്ങൾക്ക് മാത്രമാണോ കുഴപ്പം എന്നുള്ള ചോദ്യം അവിടെ വരും. അതുകൊണ്ടാണ് സൗദിക്ക് സപ്പോർട്ട് കിട്ടിയ വഴിയും കൂടെ ഇയാൾ ഇതിൽ പറയുന്നുണ്ട്. നമുക്കതിൽ ആ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, മിഡിൽ ഈസ്റ്റിൽ നിലവിലുള്ള ഇസ്രായേലിന് മാത്രമേ ആണവായുധമുള്ളൂ എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ആ ഭാഗത്തോട്ട് എടുത്ത് നോക്കിയാൽ അവിടെ ഇസ്രായേലിൽ മാത്രമേ ആണവായുധമുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ റഷ്യ, ചൈന, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ, പാകിസ്ഥാൻ, അങ്ങനെ പോകുന്ന ആ ലിസ്റ്റ്. അപ്പം സൗദി അറേബ്യ കൂടി ഈ പട്ടികയിൽ വരികയാണെങ്കിൽ ലോകത്തിലെ ആണവായുധമുള്ള 10ാമത്തെ രാജ്യമായിട്ടാണ് സൗദി മാറുക. ഇതിപ്പം പുറത്തോട്ട് വരികയാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സൗദി 10ാമത്തെ രാജ്യമായിട്ട് ആണവായുധ രാജ്യമായിട്ട് മാറും. ഇതിൽ സഹായിച്ച രാജ്യങ്ങൾ, സൗദിക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് എന്ന് പറയുന്നത് പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം ഈ അടുത്താണ് പാകിസ്ഥാനുമായിട്ട് സൗദി ഒരുപാട് അടുക്കുന്നത് കണ്ടു, ചൈനയായിട്ട് അടുക്കുന്നത് നമ്മൾ കണ്ടു, പാകിസ്ഥാനുമായിട്ട് പുതിയ ആയുധ കരാറുകളിൽ സൈൻ ചെയ്യുന്നത് കണ്ടു. അതുപോലെ ഒരു അറബ് നാറ്റോ പോലെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആക്രമിച്ചാൽ സൗദി സപ്പോർട്ട് ചെയ്യും, സൗദിനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു കരാറിലോട്ടൊക്കെ സൗദി പാകിസ്ഥാനി അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ സൗദിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാന്റെ കൂടെ ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും ഓൾറെഡി ആണവായുധം കയ്യിലുള്ള രാജ്യങ്ങളാണ്, ന്യൂക്ലിയർ പവേർഡ് രാജ്യങ്ങളാണ്. അപ്പം ഈ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് സൗദി ഇത് കരസ്ഥമാക്കിയെന്ന് പുള്ളി പറയുന്നുണ്ട്. ഇനി 2 വർഷം മുമ്പ് ഫോക്സിന് MBS കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗം ഞാൻ വെച്ചിരുന്നു. അതിൽ പുള്ളി പറയുന്നുണ്ട്, ഇറാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആയിക്കൂടെ, അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് പേടിയല്ലേ, ഞങ്ങളുടെ സുരക്ഷ നോക്കണ്ടേ പരസ്പരം, അല്ലെങ്കിൽ നമ്മുടെ പണ്ട് ജപ്പാനിലുണ്ടായിട്ടുള്ള ആ ഒരു പൊട്ടിത്തെറിയിൽ ലോകത്ത് എത്ര പേര് മരിച്ചു, എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പോൾ അതുപോലൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിനൊരു പവർ സപ്പോർട്ട് ഞങ്ങൾക്കും വേണ്ടേ എന്നുള്ള രീതിയിലാണ് പുള്ളി അന്ന് സംസാരിച്ചിട്ടുള്ളത്. ഇതാണ് ആ പുള്ളിയുടെ ഇന്റർവ്യൂ. When we are concerned of any country getting a nuclear weapon, that's a bad move, and you don't need to get a nuclear weapon because you cannot use it. Even if Iran get a nuclear weapon, any country use a nuclear weapon, that means they are having a war with the rest of the world. The world cannot see another Hiroshima. If the world see 100,000 people dead, that means you are in a war with the rest of the world. So it's a useless effort to reach a nuclear weapon because you cannot use it. If you use it, you got to have a big fight with the rest of the world. If they get one, will you? If they get one, we have to get one. ഇതിൽ തന്നെ ആളുകൾ അല്ലെങ്കിൽ വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ അതായത് പാകിസ്ഥാൻ കൊടുക്കുന്നതായ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യ ആയിരിക്കും പാകിസ്ഥാൻ കൊടുത്തത്. അതേ സമയത്ത് തന്നെ ചൈന കൊടുക്കുന്ന ദീർഘദൂരത്തോട്ട് പോകുന്ന ബാലിസ്റ്റിക് മിസൈൽ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടുള്ള സപ്പോർട്ടായിരിക്കും ചൈന കൊടുക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് വേണ്ടത് ഇവർക്ക്. ഈ 2 കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആണവ റിയാക്ടറിന്റെ സാങ്കേതിക വിദ്യയും കൂടെ ചൈനയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഒരു സൂചനയായിട്ട് പലരും പറയുന്നത്. ഇപ്പം ഈ നമുക്കറിയാം എബ്രഹാം കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് രാജ്യമായിട്ട് അംഗീകരിക്കുന്നതിനുള്ള എബ്രഹാം കരാറിൽ
അതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക സൗദി അറേബ്യയുടെ ആണവ പദ്ധതികൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് എന്നുള്ളൊരു ആരോപണമുണ്ട്. അതായത് ഇസ്രായേലിനെ എബ്രഹാം അക്കോർഡിന്റെ അണ്ടറിൽ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുക എന്നുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇതിനെതിരെ ഒന്നും സംസാരിക്കാത്തത്. ഇതിനെതിരെ നിൽക്കുന്ന ഇറാന്റെ കയ്യിൽ ഇത് വരും എന്നുള്ള പേടി ഉള്ളത് കൊണ്ടും കൂടിയാണ് ഇവർ ഇതിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നാണ് ചില വെളിപ്പെടുത്തലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സൗദി മിണ്ടാണ്ടിരിക്കുന്നത്, സൗദി അല്ലെങ്കിൽ ഒരു ലിമിറ്റിന്റെ മേലോട്ട് ഇതിനെ എതിർത്ത് പറയാത്തതും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സൗദി ഇതിന്റെ പ്രോസസ്സിംഗ് സ്റ്റേജിലായിരിക്കാം, ചിലപ്പോൾ അതിന്റെ എൻഡ് സ്റ്റേജിലായിരിക്കാം, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പുറത്ത് പറയാൻ പറ്റില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഇപ്പം ഇസ്രായേലിന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, ആർക്കും പച്ച പോലെ അറിയുന്നതാണ്. പക്ഷെ പുറത്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ അതെടുത്ത് ഉപയോഗിക്കാൻ ഏത് നേരം അവർ ചെയ്യും. കാരണം അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ചിന്തകളൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇത്തരത്തിലുള്ള ചില സപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ടാണ് അത് UAEക്ക് അറിയോ, അല്ലെങ്കിൽ UAEയും അതിന്റെ പിന്നാമ്പുറത്തിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ട്, അവർക്ക് അതിന്റെ ടെക്നോളജിയും അതിന്റെ സപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളത്. അപ്പോൾ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പം ഈ രാജ്യങ്ങൾ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തും അവർ പറയുന്ന പോലെ ജീവിക്കുകയാണെങ്കിൽ, ഇറാനാണെങ്കിലും ഇവർക്ക് ആർക്കാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അതിനെതിരെ സംസാരിക്കുന്ന ഇറാനെതിരെയാണ് എല്ലാവരും ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലതും, അല്ലെങ്കിൽ മുമ്പത്തെ അവരുടെ ആഗ്രഹങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇനിയിപ്പോൾ നാളെയാണ് നമ്മുടെ കുത്തിത്തിരിപ്പനായിട്ടുള്ള നെതന്യാഹു അമേരിക്കയിലോട്ട് ട്രംപിനെ കണ്ട് വീണ്ടും യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അത് തന്നെ ഉദ്ദേശം, യുദ്ധം ചെയ്യണം, നിങ്ങൾ പിന്നോട്ടടിക്കരുത്, നിങ്ങൾ എന്തായാലും യുദ്ധം ചെയ്തിട്ട് ഇറാനെ തീർക്കണം എന്നും പറഞ്ഞിട്ട് ഇവന്മാർ ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലാണ്ട് അതിൽ പിന്നിൽ വേറെ കഥകളൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയുക, ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്. ഇനി ആ മീറ്റിംഗിൽ ഏതൊക്കെ തീരുമാനങ്ങൾ ട്രംപാണ്, നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റിന്റെ അങ്ങോട്ട് ട്രംപ് ഒന്നും ചെയ്യില്ല, നെതന്യാഹു പറഞ്ഞത് വേദവാക്യാന്ന് പറയും. അപ്പോൾ നേരിട്ട് ഒരിക്കലും ഇസ്രായേലിന് ഇറാനെ അടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ സപ്പോർട്ട് വേണം, തീർച്ചയായിട്ടും നിങ്ങൾ അടിക്കണം, ഞങ്ങൾ പിന്നിൽ നിന്നോളാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അള്ളു രാമേന്ദ്രന്റെ അള്ളു വെക്കാനുള്ള പോക്കാണ് നെതന്യാഹു ഇപ്പം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഇനിയുള്ള ചർച്ചകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇനി അമേരിക്ക ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള ഒരു ഒമാനിൽ നടക്കാൻ പോകുന്ന ചർച്ച, 2ാം ഘട്ട ചർച്ച ഉണ്ടാകുമെന്നൊക്കെ നാളത്തെ ഈ എന്താ പറയുക അള്ളു രാമേന്ദ്രൻ്റെയും നമ്മുടെ ട്രംപിൻ്റെയും മീറ്റിംഗ് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ഇന്ന് പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല ഈ യുദ്ധത്തിൽ. എന്നും പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇപ്പോൾ ഇറാൻ പറയുന്നുണ്ട് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും, തിരിച്ച് അമേരിക്ക പറയുന്നുണ്ട് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അങ്ങനെ ഒരു വാർത്ത ഒന്ന് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അമേരിക്കയുടെ സൈഡിൽ നിന്ന്, അതായത് ഇത്രയും ദിവസം ഇറാൻ പറയുന്നത് നിങ്ങളൊരു അടി അടിച്ച് ഞങ്ങൾ കംപ്ലീറ്റ്ലി തിരിച്ചടിക്കും, തിരിച്ച് അമേരിക്ക പറഞ്ഞിട്ട് നിങ്ങളായിട്ട് ഇങ്ങോട്ട് എന്താ ചെയ്താൽ ഞങ്ങൾ തിരിച്ചടിക്കും, അതുവരെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കുക എന്നുള്ള അങ്ങനെ എന്താ പറയുക ഒരു പ്രസ്താവന ട്രംപിന്റെ സൈഡിൽ നിന്ന് ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. അതല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക വേറെ ഒരു ഡിസ്കഷൻസോ മറ്റൊരു തരത്തിലുള്ളതും കാണുന്നില്ല. ഇനി ചരടുവലികൾ പലതും കാണും പിന്നിന്ന്. അതിൻ്റെയൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.